ഞാനിപ്പോൾ കയറാൻ വേണ്ടി പോകുന്നത് പാലക്കാട് നഗരത്തിൽ ഇപ്പോൾ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിലേക്കാണ്. പാലക്കാട്ടുകാർ ഒരുപാട് കാലമായി കാത്തിരുന്ന് ലഭിച്ച പാലക്കാട് നഗരത്തിന്റെ എല്ലാ കോണുകളെയും ബന്ധിപ്പിച്ച് ഓടുന്ന പാലക്കാട്ടുകാരുടെ സ്വന്തം KSRTC സിറ്റി ബസ്സിലേക്ക്. അങ്ങനെ പാലക്കാട്ടുകാരുടെ ഹിറ്റായിട്ടുള്ള സിറ്റി ബസ്സിന്റെ അകത്താണ് നമ്മളുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും എത്രത്തോളം ഈ ബസ്സിനെ നാട്ടുകാർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. കാരണം വലിയ രീതിയിൽ ആളുകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു ബസ്സായി മാറിയിരിക്കുകയാണ് ഈ സിറ്റി സർവീസ് ബസ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പ്രിയദർശിനി സൗകര്യം കൂടി ഉള്ളതുകൊണ്ട് തന്നെ വനിതകൾക്ക് തീർത്തും സൗജന്യം കൂടിയാണ് സിറ്റി ബസ്സിനകത്ത്. അതുകൊണ്ട് തന്നെ വനിതാ യാത്രക്കാർ വലിയ രീതിയിൽ ആ തിരക്ക് അവരുടെ നമുക്ക് ഈ ബസ്സിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എവിടുന്ന് വരുന്ന പള്ളിക്കോട്. ഇപ്പോൾ ജോലി ജില്ലാ ആശുപത്രിയിലെ ഓഫീസിലാണ്. സൗജന്യം കൂടിയാണ്. അതെ, ഇങ്ങനത്തെ ബസ് വന്ന് വളരെയധികം ഉപകാരമായി ഞങ്ങൾക്ക്. സിവിലിൽ ജോലി ചെയ്യുന്നവർക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു പ്രിയദർശിനിയും കൂടി ആകുമ്പോൾ ഫ്രീ ആകുമ്പോൾ നമുക്ക് വനിതകൾക്ക് വളരെ സൗകര്യമാണ്. സിവിലിൻ്റെ പ്രത്യേകിച്ച് സിവിലിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ബസ് കിട്ടണമെന്നുള്ളത് തന്നെയാണ്. ഏകദേശം രാവിലെ 8 മണിയോട് കൂടിയാണ് സിറ്റി ബസ് സർവീസ് തുടങ്ങുന്നത്. പാലക്കാടിൻ്റെ പല നഗരമേഖലകളിലൂടെയും ഈ ബസ് യാത്ര ചെയ്യുന്നുണ്ട്. പാലക്കാട് KSRTC നിന്ന് രാവിലെ ഈ ബസ് സർവീസ് ആരംഭിച്ചാൽ പിന്നീട് മെഡിക്കൽ കോളേജിലൂടെയും അതുപോലെ തന്നെ യാക്രയിലൂടെയും മണപ്പുള്ളിക്കാവിലൂടെയും കോട്ട മൈതാനത്തിനകത്തൂടെയെല്ലാം ബസ് സർവീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും മേലാമുറി ഭാഗത്തെ സർവീസുകൾ നേരത്തെ ഈ KSRTCക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മേലാമുറിയിലൂടെയും ഈ ബസ് സർവീസ് നടത്തുന്നുണ്ട്. മാത്രമല്ല ബിഗ് ബസാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് വലിയ രീതിയിൽ ഉപകാരമാവുന്ന രീതിയിലാണ് ബസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പാലക്കാട് MLA ആയിട്ടുള്ള പിഷാരടിയുടെയും രമേശ് പിഷാരടിയും അതുപോലെ തന്നെ കോങ്ങട്ടെ MLAയും മന്ത്രിയുമായിട്ടുള്ള KA തുളസിനിയും എല്ലാം ഒരു പ്രയത്നത്തിനൊടുവിലാണ് ഈ ബസ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിരവധി ആളുകളാണ് ഈ പാലക്കാട് കോട്ട മൈതാനത്തേക്ക് ഈ ബസ് എത്തുമ്പോഴേക്കും ഈ ബസ്സിനകത്ത് കയറിയിട്ടുള്ളത്. അമ്മ എവിടേക്കാണ് യാത്ര? KSRTC സർവീസ് ഉള്ളത് ഉപകാരമായി. അതെ, സൗജന്യം കൂടിയാണല്ലേ? അവിടുന്ന് മണ്ണാർക്കാടിനെ പോകാൻ. അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ KSRTC ഉണ്ടോ? KSRTC മണ്ണാർക്കാടിനെ പോകാൻ ഇപ്പോൾ സൗജന്യമായിട്ട് പോകാനോ. ഒരുപാട് ആളുകൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാം പ്രതികരണം നമുക്ക് എടുക്കണം. ചേച്ചി എവിടുന്ന് വരുന്നത്? ഞാൻ സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരിയാണ്. എവിടേക്കാണ് പോകുന്നത്? പള്ളിക്കോട്. ഇങ്ങനെ ഒരു ബസ് ഈ സമയത്ത് സർവീസ് നടത്തുന്നതുകൊണ്ട് ഉപകാരമാണ്. നല്ല ഉപകാരം തന്നെയാണ്. അല്ലെങ്കിൽ 2 ബസ് കയറി പോകണം. ഇതിപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ബസ് ഉണ്ട്, അതിന് ഫ്രീ ആണ്. എവിടേക്കാ ചേച്ചി? ഡയറക്റ്റ് ബസ്സായി സ്റ്റേഷൻ ജീവനക്കാരിയാണ്. എങ്ങോട്ടാ യാത്ര? ഞാൻ കല്ലടിക്കോടാണ് പോകേണ്ടത്. അപ്പോൾ ഈ ബസ് കെട്ടിയ കാരണം കുറച്ചും കൂടി സ്പീഡിലെത്തിയിട്ട് മുനിസിപ്പൽ സ്റ്റാൻഡ് പരിസരത്തെത്താം. അവിടുന്ന് മണ്ണാർക്കാട് ബസ് കയറി പോകും. ഞാൻ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന പാലക്കാട്. സർവീസ് നടത്തുന്നത് ഉപകാരമാണ്, നല്ല ഉപകാരമാണ്. ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ഈ ബസ് കാണുന്നത്. കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ ഡെയിലി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥിരം ഇതിൽ യൂസ് ചെയ്യാൻ യാത്ര ചെയ്യാൻ തയ്യാറാണ്. ഒരുപാട് ആളുകൾക്കാണ് ഈ സിറ്റി ബസ് വന്നുകൊണ്ട് ഉപകാരം. ഇപ്പോൾ ഈ ബസ്സിലെ കണ്ടക്ടർ ചേട്ടൻ നമുക്കൊപ്പം ചേരുന്നു. ചേട്ടാ പേരെന്താ? പേര് പറഞ്ഞോളൂ. ഉമേഷ്. എങ്ങനെ തിരക്കുണ്ടോ ബസ്സിൽ? രാവിലെ വൈകിട്ടൊക്കെ തിരക്കുണ്ടോ? മെഡിക്കൽ കോളേജ് ഭാഗത്തൊക്കെ തിരക്കുണ്ടോ? ഈ ബിഗ് ബസാർ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ വലിയ ഉപകാരമായി. ശരിയാണ്. പേരെന്താ? 45 കുട്ടികളുണ്ടാവും. രാവിലെയും വൈകിട്ടൊക്കെ കുട്ടികൾക്ക് ഉപകാരമുണ്ട്. തിരക്കുണ്ടല്ലോ. തിരക്കുണ്ട്. ഇവിടെ ഒരുപാട് ചേച്ചിമാർ ഇവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട്. ചേച്ചി എവിടെയൊക്കെ യാത്ര? ഞാൻ പള്ളിക്കോട്. എവിടുന്ന കയറിയ? ഞാൻ മണപ്പുള്ളിക്കാവിൻ്റെ അവിടെ നിന്നാണ്. എനിക്ക് ഇതുപോലെ 2-3 ബസ് മാറി കയറേണ്ടി വന്നു. ഇപ്പോൾ ത്രൂ ബസ് ഉള്ളതുകൊണ്ട് ഭയങ്കര സൗകര്യമായിട്ടുണ്ട്. ഹലോ, മൈതാനം സ്റ്റുഡൻറ്റാ? എവിടെയാണ് പഠിക്കുന്നത്? പഠിക്കുകയല്ല, ഞാൻ SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ലൈബ്രറിയിൽ ഇരുന്നാണ് പഠിക്കുന്നത്. എവിടെയൊക്കെ യാത്ര? സീനായി. അപ്പോൾ ഇത് ലാഭമായി ഈ KSRTC സർവീസ്? ഡയറക്റ്റ് ബസ്സായതുകൊണ്ട് ലാഭമാണ്. നേരത്തെ ഒരു ബസ് ഉണ്ടായിരുന്നില്ല? ഇല്ല. ഇവിടെ കുറച്ച് ചേട്ടന്മാരെ ഇരിക്കണം. നമുക്ക് അവരുടെ പ്രതികരണം എടുക്കാതെ പോകാൻ കഴിയില്ല. ചേട്ടാ, വനിതകൾക്ക് സൗജന്യമാണ്, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു സിറ്റി ബസ് വന്നത് പാലക്കാട് ഉപകാരമായി എന്നുള്ളതാണ് മൊത്തത്തിൽ എല്ലാവരും പറയുന്നത്. സൗകര്യം. എവിടുന്ന് ചേട്ടൻ വരുന്നത്? എവിടുന്നാ? സിവിൽ സ്റ്റേഷൻ കോടതി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നേരെ ബസ് ആയതുകൊണ്ട് 2 ബസ് കയറിയാണ്.
ഒരേടി നേരത്തെ എങ്ങോട്ടാ പോകേണ്ട ചേട്ടൻ? നേരത്തെ 9 മൈൽ കൊണ്ടൂർ 9 മൈൽ പറയും. അപ്പോൾ ഇവിടെ നിന്ന് KSRTC വന്ന് വേറെ ബസ് കയറി പോകണം, വേറെ ബസ് കയറണം. മുസ്ലിം സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് വേറെ ബസ് കയറും. ഇതാകുമ്പോൾ ഒരേടി സ്റ്റേറ്റ് ബസ്സായി, ബസ്സായി സൗകര്യമായി. എവിടേക്കാ യാത്ര? എങ്ങനെ സിറ്റി ബസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഉഷാറന്നെ. ഓ നിലനിർത്തി കൊണ്ടുപോകണം അല്ലേ? നിലനിർത്തി കൊണ്ടുപോകണം അച്ഛൻ പറയുന്നത്. അത് സൗകര്യമാണ്. ഇത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഉപകാരപ്രദമാണ്. സ്റ്റേഡിയം പോകാതെ പോകാൻ പറ്റും. സ്ട്രൈറ്റ് പാലക്കാട് നിന്ന് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്, സൗകര്യമാണ്. ഓക്കെ. എവിടെ വെച്ച് വരുന്നത്? ഞാൻ പുതുപ്പരിയാരം. പോകുന്നത് അതെ പോകുന്നു. അതെ കുറച്ച് ദൂരത്തേക്കാണെങ്കിലും 2 ബസ് മാറി കയറുക നമുക്ക് ഭയങ്കര അസൗകര്യമായിരുന്നു. നമുക്കിപ്പോൾ ത്രൂ ആയിട്ട് പോവാം. പക്ഷേ ഇതേ സേവനം വിത്ത് ചാർജോടെ ആണെങ്കിലും ഇതേ സന്തോഷത്തോടെ ഞങ്ങൾ പോകും. സൗജന്യം കൂടി ആയപ്പോൾ കുറച്ച് ഇരട്ടി സന്തോഷമായി. ഇരട്ടി സന്തോഷം ഉണ്ടെങ്കിലും വിത്ത് ചാർജോടെ ആണെങ്കിലും സന്തോഷം തന്നെ. വലിയ രീതിയിൽ ഈ സിറ്റി ബസ് സർവീസിനെ നാട്ടുകാർ ഏറ്റെടുത്തിരിക്കുന്നു, യാത്രക്കാർ ഏറ്റെടുത്തിരിക്കുന്നു, പാലക്കാട്ടുകാർ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സർവീസ് രാവിലെ 8 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് കോങ്ങാട്ടേക്ക് ഒരു സർവീസ് ഉണ്ട്. മന്ത്രി കെ തുളസിൻ്റെ പ്രത്യേക ഇടപെടൽ മൂലമാണ് ആ സർവീസും ആരംഭിച്ചത്. ഏതായാലും ആ സർവീസിന് ശേഷം ഈ ബസ് പാലക്കാട്ടേക്ക് തിരിച്ചെത്തുന്നവരെ മുഴുവൻ സമയവും ഈ ബസ്സിൽ ഇതേപോലുള്ള തിരക്കാണ് എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. ചേച്ചി എവിടുന്നാ? സിവിൽ സ്റ്റേഷൻ എവിടേക്കാ? പുതുപ്പരിയാരം. ഈ ബസ് എങ്ങനെയുണ്ട്? സിറ്റി സർവീസ് അടിപൊളിയാണ്. ഇതാണ് അടിപൊളിയാണ് പാലക്കാട്ടെ സിറ്റി സർവീസ് എന്നുള്ള പറയുന്നത്. പക്ഷേ യാത്രക്കാർ പറയുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും ഈ സർവീസ് നിർത്തരുത്, നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഏതായാലും KSRTCക്ക് വലിയ സന്തോഷത്തോടു കൂടിയുള്ള സ്വീകരണമാണ് പാലക്കാട്ടെ ഈ സിറ്റി സർവീസ് യാത്രക്കാർ നൽകുന്നത്. ബസ് നിലനിർത്തി പോകണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനോസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.